ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മാധ്യമ നിരീക്ഷകൻ, മുൻ മാധ്യമ പ്രവർത്തകനൊക്കെയായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ 24 ഈ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട വലിയൊരു തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നു. കൂടുതൽ വിശദമായ തെളിവുകൾ 24-ൻ്റെ പക്കലുണ്ട്. അത് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകർക്ക്, വരും ദിവസങ്ങളിലൊക്കെ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ പുറത്തുവിടുന്ന ഈ ബാർക്ക് റേറ്റിംഗിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന ഈ വിവരങ്ങൾ സംബന്ധിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, ഇത് അങ്ങേയറ്റം അപലപനീയമായ അല്ലെങ്കിൽ അനാശാസ്യമായ ഒരു പ്രവണതയാണ്. പണ്ട് പത്രങ്ങൾ മാത്രമുള്ള കാലത്ത് പത്രങ്ങളുടെ പ്രചാരം പെരുപ്പിച്ചു കാണിക്കാനുള്ള ശ്രമം നടക്കുമായിരുന്നു. അത് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയാണ്. പരസ്യദാതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പ്രചാരം പെരുപ്പിച്ചു കാണിക്കും. അത് തടയുന്നതിനാണ് ABC, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എന്ന പേരിൽ ഒരു സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു പത്രങ്ങളുടെ കാര്യത്തിൽ ഒട്ടൊക്കെ ഒരു വിശ്വാസ്യത കൈവരുത്താൻ ABCയുടെ കണക്കുകൾ വന്നതോടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ TV എന്ന് പറയുമ്പോൾ ഏറെക്കാലമായി കേൾക്കുന്ന ഒന്നാണ്. പലതരത്തിലുള്ള പേരുകൾ, റേറ്റിംഗ് എന്ന് സാധാരണക്കാർ പറയും. മറ്റു പല പേരുകളിലും അതിന്റെ സാങ്കേതികമായി പല പേരുകളിലും അത് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ അത് അങ്ങേയറ്റം ഒരു തെറ്റായ വിവരം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മാധ്യമപ്രവർത്തനത്തിന്റെ തന്നെ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ പ്രേക്ഷകരെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പകരമുള്ള ഈ നീക്കം, അത് ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ടെലിവിഷൻ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മോണിറ്റർ വരിക്കാർ ഉള്ള ഒരു പ്രദേശത്ത് എവിടെയോ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഏതോ ഒരു ഉപകരണത്തെ അടിസ്ഥാനമാക്കി ഈ ബാർക്ക് റേറ്റിംഗ് ഞങ്ങൾ ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റാണ്. അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ബൈബിളിൽ പറയുന്നത് പോലെ ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നത് പോലെ ഈ എല്ലാ സൗഭാഗ്യങ്ങളും ഈ റേറ്റിംഗിന്റെ പേരിൽ ഉണ്ടായാലും വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന ചോദ്യം നമ്മുടെ ഈ ചാനൽ പ്രവർത്തകരോട് ചോദിക്കേണ്ട സന്ദർഭമാണിത്. സെബാസ്റ്റ്യൻ പോൾ സാർ, ഈ റേറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ ശാസ്ത്രീയത ഒരു ഘട്ടത്തിൽ സംശയത്തിന്റെ നിഴലിലായിരുന്നു. കാരണം ഏതാണ്ട് 85 ലക്ഷം വരുന്ന ടെലിവിഷൻ വീടുകളിൽ അതിൽ 1500 റേറ്റിംഗ് മീറ്ററുകൾ ഏതാനും വീടുകളിലും അതുപോലെ റെസ്റ്റോറന്റുകളിലും വെച്ചിട്ടുണ്ടെന്നാണ് ബാർക്ക് അവകാശപ്പെടുന്നത്. വളരെ കുറച്ച് മാത്രമാണ് ഈ സാമ്പിളിംഗ്. അത് സംബന്ധിച്ച് തന്നെ അതിന്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിന് പുറമെയാണ് ഈ ചാനൽ മത്സരത്തിന്റെ ഭാഗമായി ചാനൽ ഉടമ പണം നൽകി റേറ്റിംഗ് അവർക്ക് അനുകൂലമാക്കുന്നു, എതിരാളികളായ ചാനലുകളെ പിന്നിലാക്കാൻ വേണ്ടി പണം നൽകുന്നു, കോടികൾ മുടക്കുന്നു എന്നത്. ഇത് വേറൊരു അർത്ഥത്തിൽ വലിയൊരു ക്രിമിനൽ ഇടപെടലുകളാണല്ലോ. ഇത് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ടതല്ലേ? അല്ല, അതിനൊരു ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ പത്രങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് എപ്രകാരം നന്നായി പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ പ്രസ് കൗൺസിലിന്റെ ആവിർഭാവത്തിന് ശേഷം പല തത്വങ്ങളും ആവിഷ്കൃതമായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മീഡിയയെ അങ്ങനെ നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായ സംവിധാനമില്ല. അവിടെയാണ് ഇപ്പോൾ കൃത്രിമമായി കണക്കുകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്നു എന്നതിന് പുറമെ അതിനുവേണ്ടി വൻതോതിൽ പണം മുടക്കുന്നു എന്നുകൂടി പറയുമ്പോൾ പിന്നെ എന്താണ് ഇതിന്റെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത്? ഞങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകർ ഈ ടെലിവിഷൻ സെറ്റിന് മുന്നിലിരുന്ന് നിങ്ങളെപ്പോലെയുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നത് അതൊരു വിശ്വാസമാണ്, ട്രസ്റ്റാണ്. അതിന് അങ്ങേയറ്റം കോട്ടം വരുത്തുന്ന ഒരു നിർഭാഗ്യകരമായ സംഗതിയാണ് പണം മുടക്കി പ്രേക്ഷകരുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്നതിനുള്ള ഗൂഢമായ പരിശ്രമം നടക്കുന്നു എന്നുള്ളത്. അതൊരു ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തനമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ സത്യയുമായി ബന്ധപ്പെട്ട് 24-നോട് പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.